ഹലോ ഈവിംഗ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മളിന്ന് ഞാൻ മന്തിലെടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ഫിസ്റ്റ് എടുക്കാനൊക്കെ നോക്കി ഗൈസ്. ഇത്രയും കറക്കി എനിക്ക് വണ്ടിയുടെ സ്കിൻ കിട്ടി. ഇത് 800-ൻ്റെ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് നഷ്ടമില്ല. ഇതിന് ഞാൻ കറക്കുന്നില്ല. ലാസ്റ്റ് ലാൻഡ് ചെയ്തത് ഇവിടെ ആയതുകൊണ്ട് ഇനി 6 അടി വെച്ചാണ് പോകുന്നത്. അപ്പം എനിക്ക് 500-ൻ്റെ കറക്കാൻ മാത്രം പറ്റത്തില്ല, ബാക്കിയെല്ലാം കറക്കി എടുക്കാം. ഇപ്പം കണ്ടോ, 1 2 3 4 5 6 1 2 3 4 5 6 ഇവിടെ വരും, ഇവിടെ ഒന്ന് വീഴും. അത് കഴിഞ്ഞ് 1 2 3 4 5 6 ഇവിടെ ഒന്ന് വീഴും. എനിക്കിത് കറക്കാൻ 500-ൻ്റെ കറക്കാനുള്ള ശേഷി ഇല്ല ഗൈസ്, എനിക്ക് അത്രയും ഡയമണ്ട്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു സാധനം എടുക്കുന്നുണ്ട്, ഫുൾ റോ എടുക്കുന്നുണ്ട് ഗൈസ്. ഇതെനിക്ക് എടുക്കാൻ പറ്റും, M10 എനിക്ക് എടുക്കാൻ പറ്റും സ്കിൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളിന്ന് പുഷിങ് ആണ് നമ്മുടെ BR. പിന്നെ നമ്മൾ ഗിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, കേൽ പൈററ്റ്സ് എന്ന് പറഞ്ഞ് ഇന്നുണ്ടാക്കിയതാണ്. അത് ചെയ്യണം. ആൽഫി അവനെ കിട്ടാൻ പറ്റുന്നു അവിടെ. അവനൊരു ഗിൽഡിൻ്റെ അകത്ത് അവനെ സ്പെക്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ, എന്നെ ഈ വന്നോ നമുക്ക് അല്ലല്ലോ ചത്തോ. ആൽഫി അത്ത് താഴെ ചേർക്കാം, അവൻ്റെ അത്ത്. ആൽഫി ലൈക്ക് കിട്ടുന്നുണ്ടാവും അവിടെ. എല്ലാം തീർന്നു, എല്ലാം തീർന്നു. 3 vs 3 നടക്കത്തില്ല. ₹50 കൊടുത്തിട്ടുണ്ട്, ചെക്കൻ പാവം. അപ്പോൾ നമ്മൾ അതുവരെ ഒരു BR കളിക്കാൻ പോകാം. നിങ്ങളെല്ലാവരും ഗിൽഡ് ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മതി, ഞാൻ ജോയിൻ റിക്വസ്റ്റ് ചെയ്യാൻ കൊടുത്തോളാം. കേൽ പൈററ്റ്സ് എന്നാണ് കേട്ടോ ഗിൽഡിൻ്റെ പേര്. ഇന്ന് നമുക്ക് BR ആണ് പുഷിങ്. BR നമ്മളിനി കുറേ കടക്കുന്നതുകൊണ്ട് നമുക്കത് തീർക്കണം. ഇപ്പം മറ്റേ ഡയമണ്ട് 5 ഒക്കെ വന്നില്ലേ, അതുകൊണ്ട് കുറച്ച് പ്രശ്നമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കിടക്കുക. അത് പുഷ് ചെയ്യണം. അത് കഴിഞ്ഞ് CS പുഷ് ചെയ്യണം. അവൻ ആൽഫി BR ഹീറോയ്ക്ക് അടിച്ച്, അതുകൊണ്ട് അവനിനി അത് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിനി BR പഠിക്കണം, CS പഠിക്കണം. CS പുഷ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനും അവനും കൂടെ കളിക്കാത്ത വീഡിയോ ഒക്കെ ഇപ്പം കുറേ നാളായിട്ട് കാണുന്നത്. ഇത് തെറ്റാളുള്ളൂ, ഇറ്റാച്ചി ജോഡ് അവനാണ്. അതുകൊണ്ടാണ് അവൻ CS-ഉം ഞാൻ BR-ഉം. അതുകൊണ്ടാണ് ഞാൻ BR കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനും അവനും ഉള്ള വീഡിയോ കാണും. നമുക്ക് എവിടെ ഇറങ്ങണ്ടേന്ന് അറിയാലോ, മെയിൻ സ്പോട്ടിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഡൈവ് ചെയ്യണ്ട ഡൈവ് ചെയ്ത് പോയി അവിടെ. അതുകൊണ്ടോ സ്കൈവിങ് ഉണ്ട്, സെറ്റ് സ്കൈവിങ് ആണ്. പക്ഷേ ഞാൻ മറ്റേ ഹൈപ്പർ ബുക്കിലെ സ്കൈവിങ് എടുക്കാനാണ് കേസ് നോക്കുന്നത്. ഗാലക്സിയുടെ ഹൈപ്പർ ബുക്കിൽ ഒരു വൈറ്റ് ഡ്രാഗൺ ഇല്ലേ, ഞാനത് ഫോൾ ഡാമേജ് എടുക്കുമായിരിക്കും. ഞാൻ അവിടെ കയറാനല്ല ഉദ്ദേശിച്ചത്, ഞാൻ താഴേക്ക് ഇറങ്ങാൻ തന്നെ ഉദ്ദേശിച്ചത്. MP40 ആണോ അത്? അത്രേ ഉള്ളൂ, MP40 ഉണ്ടോ അത് മതി. എല്ലാത്തിനും ഞാൻ തകർത്താത്. നമുക്കത് ഫയർ ബട്ടിൻ്റെ അവിടെ മറ്റേ സാധനം കിട്ടി കേസ്. ഇവിടെ ഒരുത്തനുണ്ടല്ലോ, എന്തിയേ ഓടി. എല്ലാത്തിനും പിടിച്ചിട്ട് പുറകിലുണ്ട്. എന്തുവാടാ അവളെ എനിക്ക് തീർക്കണം എങ്ങനെയും. ആദ്യം ബീക്കിന് മണ്ടയ്ക്കൂന്നുള്ളവന്മാരെ തട്ടിന് നമുക്ക് അവിടെ പ്ലെയിൻ പോകും.
മണ്ടയിലുള്ള എല്ലാമാരും തട്ടിട്ട് നമുക്ക് താഴേക്ക് പതിയെ ഒറിയൻ ഇട്ടിറങ്ങാം. ആ മിഗ്വലിന് ഇട്ടിട്ടുണ്ട്. വലിയ സീൻ കിട്ടത്തില്ല. ഇവിടെ ഒരുത്തനുണ്ടല്ലോ. രണ്ടാമരൊക്കെ എന്ത് ചെയ്യും? അവിടെ നിന്നാണ് വിളിച്ചേ. ഓ എടാ അവിടെ ആയിരുന്നത് എനിക്കെങ്ങനെ അറിയാമായിരുന്നു? സീനില്ല നമ്മൾ എന്നാലും ഇന്നൊരു ബൂയ അടിക്കണം ഗൈസ്. എങ്ങനെ വന്നാലും ഈ കളി എന്നാലും ഒരു ബൂയ. നമ്മൾ മര്യാദയ്ക്ക് കളിക്കുക. ഈ കളി നമ്മൾ ബൂയ എടുക്കും ഉറപ്പാണ്. ഇതുവരെയായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബൂയ അടിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്രാവശ്യം ബൂയാണേ. ഈ റൗണ്ട് ബൂയ അടിച്ചില്ല എന്നോട്ടൊന്നും പറയല്ലേ. അത് തന്നെ നമ്മൾ പീക്കി പോയിട്ട് മറ്റേ റിവൈവൽ കൊണ്ട് നമ്മൾ സ്ഥലം വിടും. ഈ കളി നമ്മൾ ബുയ അടിക്കാനുണ്ട്. ഫുൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് കളിക്കുന്നത്. എത്ര പേരെ കുറച്ച് പണിയായോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. കണ്ടില്ല സീനില്ല. നമുക്ക് 3 കില്ല് കണ്ടുണ്ട്. 3 കില്ലുണ്ട്. നമുക്കിനി മുങ്ങാം. എവിടെ നിന്ന് മുങ്ങാം? മേളിലേക്ക് കയറാം. ഫാക്ടറിയുടെ കൊണ്ടൊക്കെ കയറാം. ഫാക്ടറിയുടെ മേളിൽ കയറിയിട്ട് അവിടുത്തെ ഉള്ളവന്മാരെ തട്ടിയിട്ട് നമുക്ക് താഴേക്ക് പതിയെ ഇറങ്ങാം. അയ്യോ എത്തല്ലേ. എത്തണേ എത്തിയില്ല. എത്തണേ കയറി. ചെറുതായിട്ട് പ്രശ്നമായോ എന്ന് സംശയമില്ലാണ്ടില്ല. ഓക്കെ പ്രശ്നമായി. അവിടെ ഇതൊക്കെ എന്തോ ആണ് സീൻലൈസ്. ഞാൻ ഈ വീഡിയോ വെക്കുമ്പോൾ മാത്രമേ ഗൈസ് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാത്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ഞാൻ അടി ഈ കളി ബൂയ അങ്ങനെ അടിക്കണോടാ. എങ്ങനെ അങ്ങനെ അടിക്കണം? പക്ഷെ അത് ഞാൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ അങ്ങനെ വർക്ക് ചെയ്യട്ടെ. ഇപ്രാവശ്യം ബീക്കിലൈസ് റിവൈവൽ കാരണം നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. ഫാക്ടറി നമ്മളിനി പോകുന്നില്ല. നമുക്ക് വേറെ ഏതൊരു സ്ഥലം പിടിക്കാം. അവിടെ ചെന്നാൽ ചത്തോണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വട്ടമൊന്നും ഞാൻ ചത്തില്ല അവിടെ ചെന്ന്.
ഇതല്ലേ മറ്റേ ട്രിക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ളേ. പായ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഇരിക്കുന്നു. അവിടെ ഒരുത്തനുണ്ട്. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. എന്നാത്തിനെ ഉമ്മ പെട്ടെന്ന് വെറുതെ പെട്ടെന്ന് പോകും. റിവൈവൽ ടൈമിന് മുമ്പ് എന്നാലും തീർക്കണമല്ലോ. എല്ലാം പറ്റിച്ച് എല്ലാം ചത്ത മേളിൽ പോയി. അവിടെ എല്ലാം പോയോ? ഞാനാരാ? കാറിലൊന്നും കാണാതാണ്. സമയം തീർന്നു. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. നമുക്ക് 2 ഇല്ല് മതി. ഞാൻ അവിടെ നിന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണം. നിൽക്കാല്ലേ? ഇവിടെ നിൽക്കാം. ഓക്കെ $50. ഞാൻ ആൽഫിക്ക് കൊടുത്ത് 50 മിസ്റ്റ് വന്നു. അവിടെ 250 350 ആടാ മിസ്റ്റേ. അത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാം വന്നിരുന്നെങ്കിൽ. ഓടാ ഇത് ലാഭം കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ക്ലൂവാൾ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരാനൊന്നുമില്ലല്ലോ. അല്ല പറ്റത്തില്ല. ലൈറ്റ് വിട്ടേക്കും. അടുത്തുള്ള ആളുണ്ട്. ഇല്ലല്ലോ അല്ലേ? ഉണ്ട് ഒരുത്തനുണ്ട്. മേളിലാണ്. മേളിലാണ് വീടിൻ്റെ മേളിലാണ്. ഇവിടുന്ന് പോയാലോ? അവിടെ നിന്ന് കേട്ടോ സ്ഥലം കൂടുക. അയ്യോ അല്ല അവിടെ അല്ലാതെ നടക്കുന്നു വന്നിട്ട് ഇന്ന് പതിയെ പോ. ഓക്കെ സക്സസ്ഫുള്ളി മുങ്ങിയിരിക്കുന്നു നമ്മൾ. പറ്റിയ വണ്ടിയും കിട്ടി. ഞാൻ മുങ്ങി.
എവിടെയാണോ മൈൻഡ് ചെയ്യണം ഇപ്പം തന്നെ നമ്മൾ ഓൺലി ഗോയിങ് ഫോർ അയ്യോ പറഞ്ഞില്ല ഞാനേ അത്രയ്ക്കും വലിയ ഡ്രൈവർ അല്ല ഞാൻ കിങ് ആയി അച്ചൂസ് താങ്ക് യു ഓട്ടോ ഇടുന്നുണ്ടോ ഇനിയൂടെ നിൽക്കണ്ട കിങ്ങിൻ്റെ സാധനം വെച്ചല്ലോ കളിച്ചിട്ട് പോയി വെച്ചിട്ട് പറഞ്ഞോ വെച്ചേക്കാലേ പ്ലസ് കിട്ടും ലോഡ് ബോണസ് വെച്ചിട്ട് വന്നേക്കാം ചുമ്മാ ഇരിക്കട്ടെ ആൾക്കാരെ ഓക്കെ ഇവിടെ വെച്ചേക്കാം ലോഡ് ബോണസ് ഈ ആള് എവിടെ വണ്ടി വഴിക്ക് പോ വെക്കണം ചുമ്മാ പോ ഒരു ലോഡ് ബോണസ് അല്ലേ മതി ധാരാളം പക്ഷെ ഒന്ന് വെച്ച് എനിക്ക് പോയിന്റ് കിട്ടത്തില്ല ലോഡിൻ്റെ ഹാങ്കർ ചെന്നിരുന്നത് ഇവിടെ വെക്കാം ഹാങ്കർ ഇവിടെ വെച്ചേക്കാം ഇവിടെ ഇല്ല സാധനമില്ല തേച്ചോട്ടോ വെറുതെ വിടാൻ വരെ വന്നു ക്ലോക്ക് ടവറിൽ കാണും അടിക്കുന്നു ക്ലോക്ക് ടവറിൽ കാണുമായിരിക്കും പ്ലീസ് അപ്പോൾ ക്ലോക്ക് ടവർ വെച്ചിട്ടുണ്ട് സെൻസർ ബീക്കർ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ ഇനി എന്നെ കാൾ ഷീറ്റ് വെച്ചില്ല ആ ചെറുക്കാൻ പോയി കാണുന്നത് വഴി കാണുന്ന എല്ലാത്തിനും ഇടിച്ചിട്ടാണ് ഷോ വേറെന്തോ വെച്ച് കേസ് അറിയാതെ പറ്റുന്ന കേസ് എന്തൊക്കെയോ ഞാൻ വെച്ചറിയാതെ ഇവിടെ ഏതൊരുത്തനുണ്ട് ഒരു കാര്യം ഒന്ന് മുങ്ങാം എനിക്ക് വേണ്ടില്ല ഏടാ ജമ്പ് എൻ്റെ വണ്ടി എനിക്ക് മെഡില്ല ഗൈസ് എനിക്ക് എത്രയും പെട്ടെന്ന് മെഡ് വേണം ഷോപ്പിൽ പോയി മെഡ് മേടിക്കാം വൺ ഷോട്ടാണ് ഞാൻ എടാ അടിക്കില്ല ചെറുക്കനെ കാണുന്നില്ലേ അതിനവനെ കാണുന്നേ നീ വേടി വരുന്നു ഞാൻ ആ ഗ്ലൂവാളിനെ അറിയുന്നുണ്ട് അങ്ങോട്ട് ചെയ്യണം അയ്യോ അടിക്കല്ലേ ഈ ഒറ്റ റൗണ്ടും കൂടെ ഉള്ള കേസ്
ഇന്ന് പെസഹ ആയതുകൊണ്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോകണം. ഓക്കെ, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് എത്രയും പെട്ടെന്ന് ബെഡ് കിട്ടിയില്ല, ഞാൻ നിൽക്കാൻ പറഞ്ഞു. അവിടെ എന്നാതിരി എല്ലാമാരും എന്നെ തന്നെ ഓടി നല്ല അടിയാണ്. ഞാൻ ഇങ്ങോട്ട് കയറാം. എനിക്ക് അറ്റത്തില്ലായിരുന്നു ഗൈസ്, എനിക്ക് മെഡ് ഒന്നും ഇല്ലായിരുന്നു. അയ്യോ, ഏറ്റവും ലാസ്റ്റ്. കേസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ സബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഗിൽഡിൽ കയറണമെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മതി, ഗിൽഡിൽ കയറ്റാം. ഇവൻ ഗിൽഡിൽ നിന്ന് ഇറങ്ങി നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ഗൈസ്.